വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അധികം കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അധികം കൊടുക്കത്തില്ല. കാരണം ഇതിന് കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരും. ഇവരുടെ ക്യാറ്റ് ഫുഡ് തന്നെയാണ് കൂടുതലും പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്നാലും നമ്മുടെ ഫുഡും കുറച്ച് കൊടുക്കും. ചിക്കൻ ആയിരുന്നാലും ഫിഷ്, പിന്നെ എഗ്സ്, പിന്നെ ഇവരുടെ പ്രോട്ടീൻസ് തന്നെ ഉണ്ട്, ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അല്ലാതെ നമ്മൾ റെഗുലർലി കഴിക്കുന്ന ഓയിലി എല്ലാം ചേർത്തുള്ള ഫുഡൊന്നും ഇവർക്ക് പറ്റത്തില്ല. കാരണം പെട്ടെന്ന് അസുഖം വരും. നമ്മൾ ഡോഗ്സിനെ പോലെയല്ല, ക്യാറ്റ്സിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ഇത് പിന്നെ ഫുഡ് കഴിക്കത്തില്ല. പിന്നെ കൊണ്ടുപോയി നമ്മൾ ട്രിപ്പെല്ലാം ഇട്ട് അതിന് അത്രയും അങ്ങ് വേദനിപ്പിച്ച് എല്ലാം എടുക്കുമ്പം അത് ക്യാറ്റ്സ് ഓൾറെഡി അങ്ങ് ടയേർഡാവും. പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ ചിലപ്പോൾ ടൈം എടുക്കും, ചിലപ്പം നമുക്ക് ലോസ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ കഴിവതും കുറച്ച്, പ്രത്യേകിച്ച് പേർഷ്യൻ ക്യാറ്റ്, നമ്മൾ സാധാ ക്യാറ്റാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ല. പേർഷ്യൻ ക്യാറ്റാകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും.